ഞാൻ ഇന്നലെ ക്രൈം സ്റ്റോറി എന്ന് പറയുന്നിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ കാഫിർ എന്ന് പറയുന്ന ഒരു ഷോട്ട് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചിരുന്നു. ആ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദത്തിൽ അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഇനി എവിടെയായിരിക്കും എന്ന് ഞാൻ ചോദിച്ചിരുന്നു. സത്യത്തിൽ ഇന്നലെ പറഞ്ഞത് അച്ചട്ടായി. കാരണം ഇന്നലെ അത് എടുക്കുന്നത് ഏതാണ്ട് ഒരു വൈകുന്നേരം 4 മണിയൊക്കെ അടുത്തായിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതിനുശേഷം ഇന്നലെ ഏതാണ്ട് 8:30 ആയപ്പോഴത്തേക്കും അരവിന്ദ് സുകുമാരൻ എന്നറിയപ്പെടുന്ന ഇത് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഈ അരവിന്ദ് സുകുമാരനെ സ്ഥലം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരെ സ്ഥലം മാറ്റും എന്ന് ഇന്നലെ ഏറ്റവും ആദ്യമായി പ്രെഡിക്റ്റ് ചെയ്ത ഒരാൾ ഞാനാണ്. നമുക്കിതിൻ്റെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഈ കാഫിർ ഷോട്ട് എന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ കാര്യം, നമുക്ക് ഏറ്റവും വലിയ വാശിയേറിയ മത്സരം കഴിഞ്ഞ ലോക്സഭയിൽ നടന്നിട്ടുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് തൃശ്ശൂരാണ്, തിരുവനന്തപുരത്ത് നടന്നിരുന്നു. പക്ഷെ അതിലേറ്റവും വലിയ തോതിലുള്ള മത്സരം നടന്നത് നമുക്കറിയാം വടകര എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. വടകര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അത് ശരിക്കും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ്. 5 മണ്ഡലങ്ങൾ കോഴിക്കോട് നിന്നും 2 കണ്ണൂരിൽ നിന്നുമാണ് നിയമസഭാ മണ്ഡലങ്ങൾ അതിനകത്തേക്കുള്ളത്. അതിൽ മഹാഭൂരിപക്ഷത്തിലും വലിയ തോതിലുള്ള പ്രാമുഖ്യം CPM-നുള്ളതാണ്, ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുള്ളതാണ്. വടകരയിലൊക്കെ ഏതാണ്ട് RMP വിട്ടുപോയപ്പോഴത്തേക്ക് ഒരു ചെറിയ പോർഷൻ അവരിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതിനുശേഷം നമ്മുടെ കെ മുരളീധരനുമൊക്കെ അവിടെ നിന്ന് ജയിച്ചതാണ്. ഇത്തവണ കെ മുരളീധരൻ തൃശ്ശൂരേക്ക് മാറിയപ്പോൾ അവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ പാലക്കാട് എന്നുള്ള MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ തന്നെ ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീമൊക്കെ നന്നായിട്ട് PR വർക്കുകളൊക്കെ ചെയ്തിരുന്നു. അതിലൊന്നും ഒരു സംശയമില്ല. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം തന്നെ അത് ഏറ്റെടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഇതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് KK ശൈലജയാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് 60,000-ലധികം വോട്ടുകൾക്ക് ജയിക്കുകയും കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. പല കേരളത്തിലെ കക്ഷിഭേദമന്യൊക്കെ ആളുകൾ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച ഒരു ആരോഗ്യമന്ത്രിയാണെന്ന് പേര് കേട്ടവരാണ്. അതുകൊണ്ട് തന്നെ രമൺ മഗ്സാസെ അവാർഡിനൊക്കെ അവരെ പരിഗണിച്ചിരുന്നു. പക്ഷേ പാർട്ടി പറഞ്ഞു അതൊന്നും പോയി മേടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പണ്ട് നമ്മുടെ ജ്യോതി ബസുവിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ പോയപ്പോൾ തന്നെ പാർട്ടി വിലക്കിയ പോലെ തന്നെ അങ്ങനെ പോകരുത്, കാരണം നിങ്ങളങ്ങനെ നന്നാവുന്നത് നമുക്കിഷ്ടമല്ല എന്നുള്ളത് അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരും പോയി മേടിച്ചില്ല. അപ്പോൾ അവരുടെ ഒരു ഇമേജ് ഇടിച്ച് കളയുക, അത് തകർത്ത് കളയുക എന്നുള്ളതുകൂടി പാർട്ടിയുടെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ സത്യത്തിൽ അവിടെ ഇട്ടുകൊണ്ട്, ഈ പറയുന്ന വടകരയിൽ ഇവരെ ഇട്ടുകൊണ്ട് തോൽപ്പിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ലക്ഷ്യമായിരുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അപ്പോൾ അങ്ങനെ മത്സരം കൊഴുക്കുമ്പോൾ തന്നെ ഒരു പോൺ വീഡിയോ വിവാദം അവിടെ ഉയർന്നു വന്നിരുന്നു. അതായത് ഈ തലയൊക്കെ വെട്ടി ഒട്ടിച്ച് ആളുകൾ പോൺ വീഡിയോ ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലുള്ള വീഡിയോ ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ അതാരും തന്നെ കണ്ടിട്ടില്ല. അതിനുശേഷം ആ വാക്കിൽ നിന്ന് മാറിക്കൊണ്ട് KK ശൈലജ ടീച്ചർ തന്നെ അതൊരു ചിത്രമാണ് എന്നുള്ളത് പിന്നീട് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെയൊക്കെ ഈ പറയുന്ന പ്രചരണത്തിൽ പറ്റിയ ചില പാളിച്ചകൾ നമ്മൾ നോട്ട് ചെയ്തിരുന്നു. രാഷ്ട്രീയമായിട്ട് UDF-ൻ്റെ ആളുകളും ഒക്കെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ KK ശൈലജയുടെ ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്തു വച്ചിട്ട് എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാ എന്ന് ചോദിക്കുന്ന വാചകം മാത്രം എടുത്ത്, സത്യത്തിൽ അവർ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളല്ല എന്നാണ് ആലോചിച്ചത്. പക്ഷേ ആ മുസ്ലിങ്ങളാ എന്ന് ചോദിക്കുന്ന വാചകം എടുത്ത് തന്നെ അത് കട്ട് ചെയ്ത് നിരന്തരമായി പ്രചരിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ കാണിക്കുന്നതിൽ ഒരിക്കലും കോൺഗ്രസിനൊന്നും CPM-ൻ്റെ അടുത്തെത്താൻ പറ്റില്ല. കാരണം ഏറ്റവും മിടുക്കർ അതിന് CPM ആണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറക്കലിൻ്റെ റൂമിനകത്ത് മറ്റേ ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതും, പിന്നെ നമ്മുടെ ഇവിടെ മത്സരിച്ചിട്ടുള്ള കൂടോത്രക്കാരൻ മറ്റേ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ അദ്ദേഹം ഇടത്തോട്ട് കൊണ്ടിരിക്കുകയും കുറിമായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ണിച്ചയായി മാറുന്നതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ എടുത്ത് പുറത്തു വിട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള തറപരിപാടികളൊക്കെ കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ CPM-ആണ്. അവർക്കാണത് വളരെ കൃത്യമായി ചെയ്യാനുള്ള മെഷീനറി ഉള്ളത്. കോൺഗ്രസ്സുകാരൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ അത് മിക്കവാറും 50 പേര് 500 പേരും ഒക്കെ പുറത്തറിയും. അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായൊരു സെക്ഷനുള്ള ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ ടീമുള്ള ആളുകളാണ്. അതിൻ്റെ ഏറ്റവും കടുത്ത തീരുമാനം വരെ നമുക്കറിയാം കേട്ടോ. കാരണം TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തും ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സൈബർ രംഗത്തുമൊക്കെ ഒരുപാട് ഗുണ്ടകൾ അവർക്കുണ്ട്. അവരുടെ ഭാഗമായിട്ടാണ് ഇപ്പം നിഷ പുരുഷോത്തമനെക്കുറിച്ചും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിനെക്കുറിച്ചും പിന്നെ നമ്മളറിയുന്ന സുഹൃത്തായിട്ടുള്ള KG കമലേഷും ഭാര്യയും തമ്മിൽ, പ്രജുല എന്ന് പറയുന്ന ഭാര്യയും ഏഷ്യാനെറ്റിലാണ് രണ്ടുപേരും വർക്കുന്നത്, അവരൊക്കെ തമ്മിൽ ഡൈവോഴ്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊക്കെ പല നാറിയ പ്രചരണങ്ങളൊക്കെ അഴിച്ചുവിടാൻ തയ്യാറുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ കാഫിർ എന്ന് പറഞ്ഞൊരു ഷോട്ട് ഇതിനിടയിൽ അവർ പ്രചരിപ്പിച്ചു. ആ കാഫിർ എന്ന് പറഞ്ഞ ഷോട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ഇതാണ്. അതായത് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. കാരണം വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ആ ഷോട്ട് പുറത്തേക്ക് കൊണ്ടൊരു സ്ക്രീൻഷോട്ട്. ആ ഷോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പിൽ. എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കാഫിറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് ഒരിക്കലും കോൺഗ്രസ് അവിടെ നിന്ന് പുറത്തേക്ക് വിടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സാമാന്യ ബോധമുണ്ട്. ഷാഫി പറമ്പിലിനും അതുപോലെ ഇതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന രാഹുൽ മാൺകൂട്ടത്തിലും ഒക്കെ ഒരു ബോധമുണ്ട്. ആ ബോധം എന്താണ്? ഈ പറയുന്ന വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണ്. മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിംസും നല്ല സാന്നിധ്യമുണ്ട്. പക്ഷേ ഹിന്ദുക്കളാണ് ഏതാണ്ട് 70-72% വരും. അതിനേക്കാൾ ഒരു കുറച്ച് മാത്രമേ അവിടെ മുസ്ലിംസ് ഉള്ളൂ. ക്രിസ്ത്യൻസ് കുറച്ചുകൂടി കുറവാണ്. അപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് വന്നാൽ അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. പക്ഷെ അന്ന് തന്നെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതെന്ന് പറയുന്നത് മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ഒരു MSF ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് ഈ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് ഇത്ര മണ്ടന്മാരാണോ? കാരണം CPM ആളുകൾ ഈ മുഹമ്മദ് കാസിമിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചാൽ അത് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, അയാളിത് പുറത്തു വരികയും ഞാനല്ലെന്ന് പറയുകയും ചിലപ്പോൾ പരാതി കൊടുക്കുകയൊക്കെ ചെയ്യില്ലെന്നാണ്. സത്യത്തിൽ അങ്ങനെ പരാതി കൊടുക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇവർ ഈ പണി ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ മുഹമ്മദ് കാസിം ഈ പരാതിയുമായിട്ട് നിരവധി സ്റ്റേഷനുകളിലും DGP വരെയൊക്കെ കയറി ചെന്നു. പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ പോലും മുഹമ്മദ് കാസിം തൻ്റെ പേരിൽ ഒരാൾ ഇങ്ങനെ അകാരണമായി ഒരു പോസ്റ്റ് ഇട്ടു. അത് ജാതിമത വർഗീയ വേർതിരിവുണ്ടാക്കുന്നതാണ്, വലിയ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി. പക്ഷേ പോലീസ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ പരാതി സ്വീകരിക്കാനോ അതിന്മേൽ നടപടി എടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം CPM ഒക്കെ തന്നെ അവിടെ ഒരു പരാതി കൊടുത്തു, പേരിനൊരു പരാതി കൊടുക്കണമല്ലോ. അത് കൊടുത്തപ്പോൾ അവർ അന്വേഷണം നടത്തി. പക്ഷേ അന്വേഷണം നടത്തിയിട്ടും ശരിക്കും നമ്മൾ നേരത്തേക്കുള്ള പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഓർമ്മയുള്ളവർക്കറിയാം. കാരണം നാണിച്ച് നഖം കടിച്ച് അതുപോലെ കാൽവിരൽ കൊണ്ട് ചിത്രമെഴുതിയൊക്കെയാണ് പോലീസ് ഇത് അന്വേഷിച്ചത്. അങ്ങനെ പോലീസ് ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയി ഈ മുഹമ്മദ് കാസിം. ഹൈക്കോടതി കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു, ഈ പണി നടക്കൂല, നിങ്ങൾ മറ്റേ ഇവിടെ സൈക്കിൾ സ്ലോ റേസിലല്ല പങ്കെടുക്കുന്നത്, നിങ്ങളൊരു അന്വേഷണം നടത്തുകയാണ്, അന്വേഷണം നടത്തി റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിവർത്തിയില്ലാതെ പാവപ്പെട്ട നമ്മുടെ പോലീസുകാർ അവരെ കൈ കെട്ടിയിട്ടേക്കാണല്ലോ. അവരിപ്പോൾ പല കേസുകളിലും ഇതുപോലെ തന്നെ അവർ വളരെ നിസ്സഹായരാണ്, നമുക്കറിയാം. നിങ്ങളോട് ഞാൻ നേരത്തെ നാരദ ന്യൂസിലോ മാത്യു സാമോലിൻ്റെയൊക്കെ ചാനലിലിരുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് PMR ഷോനെ കാണാനില്ല എന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് മലപ്പുറത്തുള്ള സമ്മേളനത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് PMR ഷോ വീണ്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ഇതൊക്കെ കാണുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിലെ പോലീസുകാർ കണ്ടില്ല. ഇനി കണ്ടാൽ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തിരിഞ്ഞു നിൽക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇതേ കേസ് തന്നെയാണ് PMR ഷോയുടെ ഒരു സുഹൃത്തായിട്ടുള്ള വിദ്യ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച്. ആ പെങ്കൊച്ച് ഒരു ചെറിയ 1-2 വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയ പെങ്കൊച്ചിനെയും ഇവർ കാണാതിരിക്കാൻ പോലീസുകാർ ശരിക്കും രാവിലെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്, മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടും അതുപോലെ പല പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞാണ് പാവപ്പെട്ട പോലീസുകാർ വന്നിരുന്നത്. കാരണം അവരെ കണ്ടങ്ങനെ പിടിച്ചു പോയാൽ ഇവരുടെ ജോലി പോകും. അപ്പോൾ അതേപോലുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഈ അവിടുത്തെ അരവിന്ദ് സുകുമാരൻ എന്ന് പറയുന്ന SP ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു കോടതിയിൽ. ആ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് അദ്ദേഹം വലിയ പരിക്കുകളില്ലാതെയാണ് സബ്മിറ്റ് ചെയ്തത്. പക്ഷേ എന്നിട്ട് പോലും CPMന് പിടിച്ചില്ല, പിണറായി വിജയനൊന്നും പിടിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്നലെ പാതിരാത്രി തന്നെ സ്ഥലം മാറ്റി. ഞാൻ ഇന്നലെ ക്രൈമിന് സ്റ്റോറിക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ ഡീറ്റെയിൽസ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്നത് ഈ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ പെടാപ്പാട് പെടും. കാരണം അവരുടെ ബുദ്ധിമുട്ട് ഇനി അവർ മിക്കവാറും മറ്റേ ബന്ധെടുക്കലേക്കൊക്കെ സ്ഥലം മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നു. അതിൻ്റെ ഒരു കാരണം ഇവർ റിപ്പോർട്ട് കൊടുത്തേക്കണത്, ഇവർക്ക് പാവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ഇങ്ങനെയെങ്കിലും കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അവർ കണ്ടെത്തിയത് 2/18 റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്കാണ് ഈ പോസ്റ്റ് ആദ്യമേ വരുന്നത്. അതിനുശേഷം നമ്മുടെ 2:38 അതായത് 20 മിനിറ്റിന് ശേഷം റെഡ് വോളണ്ടിയർ ഇത് ഏറ്റെടുത്തു. പിന്നെ 3 മണിക്ക് അമ്പാടിമുക്ക് സഖാക്കൾ ഇത് ഏറ്റെടുത്തു. പിന്നെ പോരാളി ഷാജിയും അണ്ടിമുക്ക് സഖാക്കളും പോലെയുള്ള കുറേ ആളുകൾ, അലവലാദികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഊച്ചാളി ഷാജി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇത് ഏറ്റെടുത്തു. അപ്പോൾ ഇത് ഏറ്റെടുത്തിട്ടും ശരിക്കും പോലീസ് ഇത്ര കൂലങ്കഷമായി പഠിച്ചിട്ടൊന്നും ഇവരുടെ അഡ്മിനെയോ ഇത് ആരാണെന്നോ നമ്മുടെ കേരള പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവർ കണ്ടുപിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടുപിടിച്ചാൽ പണി പോകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ശരിക്കും 2 മണിക്കൂർ കൊണ്ട് ഇതുങ്ങളെല്ലാം തൂക്കിയെടുത്ത് അകത്തിട്ട് തന്നെ നമ്മുടെ ചെകുത്താനെയൊക്കെ തൂക്കിയെടുത്ത പോലെ. അപ്പോൾ അതൊന്നും പാവങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവർ കൊടുത്തേക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മുഹമ്മദ് കാസിമിനെ തന്നെയാണ് ഇവർ പ്രതിയാക്കിയിട്ടുള്ളത്. അതായത്
ഈ തൻ്റെ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പരാതിയുമായി ചെന്ന ആളെ തന്നെ പ്രതിയാക്കി 153A കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോഴും ബാക്കിയുള്ള ആരെയും പ്രതിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയേക്കുന്നത് റിവേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്രമുഖൻ, നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രമുഖൻ എന്നാണല്ലോ വിളിക്കുക. അവരെയാണ് മുഖ്യമന്ത്രി മറ്റേ പരിപാടിയൊക്കെ നടത്തിയപ്പോൾ, നവകേരള യാത്രയൊക്കെ നടത്തിയപ്പോൾ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ പൗരപ്രമുഖനായിട്ടുള്ള ആളാണ് ഈ റിവേഷ് രാമകൃഷ്ണൻ. കാരണം അദ്ദേഹം ഒരു മേഖലാ പ്രസിഡന്റാണ്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അതായത് ഡിവൈഎഫ്ഐയുടെ ഒരു സ്ഥലത്തെ പ്രധാനപ്പെട്ട നേതാവാണ്, അടുത്തവണ MLA ഒക്കെ ആകേണ്ട ഒരാളാണ്. ഈ റിവേഷ് രാമകൃഷ്ണനാണ് ഏറ്റവും ആദ്യം ഈ പറയുന്ന റെഡ് എൻകൗണ്ടേഴ്സിലേക്ക് പോസ്റ്റ് ഇട്ടത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ പോലീസ് ഇതേവരെ ശ്രമിച്ചിട്ടും റിവേഷ് രാമകൃഷ്ണൻ വാ തുറന്നിട്ടില്ല. അവർ പലവട്ടം ദയവ് ചെയ്ത് നിങ്ങൾ തുറന്ന് പറയണം എന്നൊക്കെ അപേക്ഷിച്ച് നോക്കി. പക്ഷേ റിവേഷ് രാമകൃഷ്ണൻ വാ തുറന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്നലെ ചർച്ചയിലേക്ക് വന്നിട്ടുള്ള നിരവധി SFI DYFI പ്രവർത്തകരൊക്കെ വിളിച്ചിട്ടും റിവേഷ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹം ഒരു LP സ്കൂൾ അധ്യാപകനാണ്. എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത് ഇദ്ദേഹമാണ് ഒന്നാമത്തെ ആൾ പഠിപ്പിക്കേണ്ടത്. പിന്നെ ഇദ്ദേഹത്തെക്കാൾ മിടുക്കനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടത് മറ്റേ വന്ദനയെ കുത്തി കൊലപ്പെടുത്തിയ ഒരാളാണ്. അയാളും ഇതുപോലെ ഒരു സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹം ഒരു ചെറിയൊരു പിച്ചാങ്കത്തി എടുത്തിട്ട് മറ്റേ ബ്ലേഡ് എടുത്ത് വന്ദനയെ എന്ത് ചെയ്തു, കുത്തി പരിക്കേൽപ്പിച്ചതുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ കുട്ടികളെയൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് പോകുന്ന LP സ്കൂളുകളിലേക്ക് പോകുന്ന ആളുകളെ പഠിപ്പിക്കേണ്ടത്. ഇതൊക്കെ സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാണ്. ഈ ലംഘനമൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ, പിണറായി വിജയനെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ, ഒന്ന് കളിയാക്കിയാൽ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ സസ്പെൻഷനിലായി വീട്ടിലിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം സത്യസന്ധനായിട്ടിരുന്നിട്ടുണ്ടെങ്കിലും അതുപോലെ അരവിന്ദ് സുകുമാരനെ പോലെ നിങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരും. അരവിന്ദ് സുകുമാരനൊക്കെ SP ആണ്. അദ്ദേഹം വളരെ ശ്രമിച്ചു. കാരണം ഇവരുടെ ആരുടെ പേരോ ഫോട്ടോയോ ഒന്നും പത്രങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് സൺ ഓഫ് എന്ന് പറഞ്ഞ് ആരുടെയോ പേര് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ, അച്ഛൻ്റെ പേര് മാത്രം. അതായത് അഡ്രസ്സ് പോലും ഈ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കണം, ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. സത്യത്തിൽ ഇന്നലെ ഞാൻ അവിടെ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനാണ് ഈ വീഡിയോ എടുത്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഏറ്റവും ആദ്യം ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം എന്ന് പറയുന്നത് KK ശൈലജ ടീച്ചർക്കുള്ള പണിയാണ്. കാരണം KK ശൈലജ ടീച്ചർ ഇപ്പോൾ പിണറായി മാറിയാൽ ഒരുപക്ഷെ CPMൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് വലിയ പ്രചാരണമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള CPM അനുഭാവികളും പാർട്ടി മെമ്പർമാരും ഒക്കെ വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് മറ്റേ തട്ടിപ്പുകാരെക്കുറിച്ചല്ല, അല്ലാതെയുള്ള ആളുകളൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇമേജ് എങ്ങനെ ഇടിച്ചു കളയാം. കാരണം 60,000 വോട്ട് നേടി അവർ ജയിച്ചപ്പോൾ തന്നെ പിണറായി ഞെട്ടിയിരുന്നു. പിന്നെ ഒരു കണക്കിന് അവർക്ക് പകരം വീണാർ ജോർജിനെ വെച്ചാണ് നമ്മുടെ ആരോഗ്യരംഗത്തെ പരിപോഷിപ്പിക്കാൻ പിണറായി തീരുമാനിച്ചത്. അപ്പോൾ അതിനുശേഷവും ഇത് പോരാ, അവരെ ജയിച്ചാൽ അവരെന്ത് ചെയ്തോട്ടെ, അവർ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയിക്കോട്ടെ, തലവേദന തീരും. അല്ലെങ്കിൽ 2026 ഇനി ഇവരുടെ പേരെങ്ങാനും ഉയർന്നു വന്നാലോ എന്ന് വെച്ചാൽ ഇവർക്ക് കൊടുത്തേക്കുള്ള ഒരു പണിയാണ്. ആ പണിയുടെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോൺ വീഡിയോയുടെയും അതുപോലെ തന്നെ പിന്നീട് ചിത്രത്തിൻ്റെയൊക്കെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ വീണ്ടും കാഫിറിൻ്റെ കാര്യത്തിലും ഈ പറയുന്ന, എൻ്റെ ബലമായ സംശയം എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന ആൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഇത് CPMകാർ തന്നെ ചോർത്തി കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പരാതിയായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പരാതിയായിട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ ഇപ്പോൾ KK ശൈലജ എന്ത് വൃത്തികേട് കാണിച്ചും ഇലക്ഷന് ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് എത്തി. പക്ഷേ ഇത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്. ഇത് KK ശൈലജ ആലോചിച്ചെടുത്ത് പ്ലാൻ ചെയ്തൊരു ഐഡിയ ആയിരിക്കും എന്ന് നിങ്ങളാരും വിചാരിക്കരുത്, ഒരു പാർട്ടിക്കാരും വിചാരിക്കില്ല. പകരം CPM എന്ന് പറയുന്ന പാർട്ടി എടുക്കുന്ന പല തറപ്പരിപാടികളിൽ ഒരു വേല മാത്രമാണിത്. കൊടിസുനിയും അതുപോലെ ട്രൗസർ മനോജും കിർമാണി മനോജും പോലെയുള്ള ആളുകളൊക്കെ തന്നെ അവർക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് മറ്റൊരു വിങ്ങാണ് മാനേജ് ചെയ്യുന്നത്. മറ്റേ ആവശ്യമുള്ളപ്പോഴത്തേക്കും എന്ത് ചെയ്യും, ട്രൗസർ മനോജും അതുപോലെ കിർമാണി മനോജും ബാക്കിയുള്ളവരെയൊക്കെ അവരെ രംഗത്തിറക്കും. അതുപോലെ തന്നെ ഈ പോരാളി ഷാജി, ഉച്ചാളി ഷാജി എന്നൊക്കെ പറഞ്ഞ ആളുകളെയൊക്കെ രംഗത്തിറക്കും. അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവത്തിൽ ഇപ്പോൾ പുതിയതായിട്ടൊന്നും സംഭവിക്കാനില്ല. പോലീസ് ഇപ്പോൾ സത്യത്തിൽ ഇനിയിപ്പോൾ ഈ റിവേഷ് രാമകൃഷ്ണനെ വീട്ടിൽ ചെന്ന് കണ്ട് മിക്കവാറും ഒന്ന് അദ്ദേഹത്തോട് വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് അദ്ദേഹത്തിന് മൂഡ് വരുമ്പോൾ എങ്കിലും ഇതെവിടെ നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ താങ്കൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു എന്ന് ദയനീയമായി അപേക്ഷിക്കാനാണ് സാധ്യത. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പ്ലീസ് റിവേഷ് രാമകൃഷ്ണൻ, താങ്കൾക്ക് വലിയ ഭാവിയുണ്ട്. താങ്കൾക്ക് MLAയോ മന്ത്രിയോ വേണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ ഒക്കെ ആകാം. ആ LP സ്കൂളിലെ ജോലി ദയവ് ചെയ്ത് അങ്ങൊന്ന് ഉപേക്ഷിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കാനാണ്
ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകഛത്രാധിപതി ഭരിക്കുന്ന ഈ കേരളത്തിൽ എനിക്ക് താല്പര്യം. കാരണം മറ്റ് കേസുകളൊക്കെ എൻ്റെ പേരിൽ വരുന്നത് എനിക്ക് വലിയ ഭയമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് അപേക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം താങ്കളിപ്പോൾ ഏതാണ്ട് ബ്ലോക്ക് പ്രസിഡൻ്റാണ്. സ്വാഭാവികമായിട്ടും ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മത്സരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു MLA ആകാനുള്ള എല്ലാ യോഗ്യതയും താങ്കൾക്കുണ്ട്. കാരണം ഇത്തരത്തിൽ ഏത് തറപ്പണിയും കാണിക്കാൻ പറ്റുന്ന ആളുകളെ CPM MLAയും വേണമെങ്കിൽ മന്ത്രിയും ഒക്കെ ആക്കി നിൽക്കുകയാണ്. ഒരു ടൈലൻ്റ് കൂടി പറയാം. ഞാൻ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചല്ല, പക്ഷേ ഇത് എടുക്കാൻ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ ഉണ്ട്. അത് റിസാല അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിൽ ദാമോദർ പ്രസാദ് എന്ന് പറയുന്ന ഒരാളും അതുപോലെ നമ്മുടെ രാജീവ് ശങ്കരൻ എന്ന് പറയുന്ന പണ്ട് മറ്റേ മീഡിയ വണ്ണിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം ഈ ദാമോദർ പ്രസാദുമായിട്ടുള്ള സംഭാഷണം, ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടു. ആ ഇൻ്റർവ്യൂവിൽ ഈ ദാമോദർ പ്രസാദൊക്കെ പറയുന്നൊരു കാര്യം, അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകം എന്ന് പറഞ്ഞാൽ ഇത് ഈ സൈബർ സഖാക്കൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്താൽ അവർക്കെല്ലാം ശരിയാവുമെന്നാണ്. ശരിക്കും ഇത് തന്നെയാണ് സജി ചെറിയാനും പറയുന്നത്. ഈ സിനിമാ മേഖലയിലൊക്കെ പീഡനം നടത്തുന്നവരെയൊക്കെ വിളിച്ചിട്ടൊരു കോൺക്ലേവോ സിമ്പോസിയോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയാകും. കാരണം അവരെല്ലാവരും ഡീസൻ്റ് ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, അപ്പോൾ ഈ തോമസ് ഐസക്കും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണനും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ എന്നുള്ളത് കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൻ്റെ കാരണമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. സ്വപ്ന സുരേഷിനോട് സ്ഥലങ്ങൾ കാണിക്കാമെന്ന് വളരെ നിർദോഷമായ ഒരു കാര്യമാണ് നമ്മുടെ തോമസ് ഐസക്ക് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണൻ ആണെങ്കിൽ റെമി മാർട്ടിൻ ശ്രീരാമകൃഷ്ണൻ മറ്റേ പാട്ട് പാടുകയും പ്രണയിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നും തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കടകംപള്ളിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അദ്ദേഹം വളരെ മാന്യനായ ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടി കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ദാമോദർ പ്രസാദ് ശ്രദ്ധിക്കുമെന്നും റിസാല അപ്ഡേറ്റിൽ ഈ പറയുന്ന വൈറ്റ് വാഷ് അടിയും വെളുപ്പിക്കലും ഒക്കെ നന്നായിട്ടുണ്ടെന്നും ഇത്തരത്തിൽ ബുദ്ധിപരമായ കാര്യങ്ങളാണെന്ന് വിചാരിച്ച് മണ്ടത്തരം പറയുന്ന ആളുകളെയും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇനി അടുത്ത കാഫിർ വിവാദത്തിൽ വീണ്ടും കാണാം.